قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. അപ്പൊ ആ നാട്ടുകാർ പറയുകയുണ്ടായി, ഇന്നാ തുതയ്യർനാ ബിക്കും, നിങ്ങൾ ഈ നാട്ടിൽ വന്ന് ദീനി കാര്യം പറയുന്നതുകൊണ്ട്, നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങളിപ്പോ അവലക്ഷണത്തിലായിരിക്കുകയാണ്. അതായത് ആ നാട്ടിൽ മഴയില്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഏതായാലും ഇങ്ങോട്ട് ഈ മൂന്നാൾക്കാരിങ്ങനെ കെട്ടിയെടുത്തത് കൊണ്ടാണ്, ഇവർ വന്നതുകൊണ്ടാണ് മഴ വരാത്തത്. ഇവരുടെ അവലക്ഷണം, നാം ഒരു കാര്യം പിടിച്ചില്ലെങ്കിൽ നാം പറയുന്നത് ശുഭലക്ഷണമല്ല, അവലക്ഷണം, ബാഡ് ലക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അവലക്ഷണമായി പോയി നിങ്ങൾ വന്നത്. ലൈലം തന്തഹു, അതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് നിങ്ങളെ പുതിയ ആശയങ്ങളും സിദ്ധാന്തങ്ങളും പറയാൻ പാടില്ല, പുതിയ ഇസ്ലാം എന്നുള്ള ദീനിവിടെ പറയാൻ പാടില്ല. നിങ്ങളത് പറഞ്ഞാൽ നമുക്കിപ്പോ മഴ കിട്ടില്ല, അതിൽ ഒരുപാട് മുസീബത്തുകൾ വരും. അങ്ങനെ വന്നാൽ ഈ നാട് നശിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ നിർത്തണം, ഇല്ലെങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ നമ്മൾ കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കേണ്ടി വരും ഈ നാട്ടിൽ നിന്ന് എന്ന് ആ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി പോയ ആൾക്കാരെ പറ്റി ആ നാട്ടുകാർ പറയുണ്ടായി. മാത്രമല്ല അവർ പറയുന്നു, ഒലേ വസന്നക്കും മിന്ന അല്ലാഹു അലീം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ വേദനാജനകമായ ശിക്ഷയും പനിഷ്മെന്റും ഏൽക്കേണ്ടി വരും. കാരണം നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മഴയില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ അവര് പറയുകയുണ്ടായി, ഈ മഹാന്മാരായ ആൾക്കാര് പറയുന്നു, അവർ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഈ സംഭവിച്ച അവലക്ഷണം, അതായത് മഴയില്ലാതിരിക്കലും നാട്ടിൽ ക്ഷാമവും ബുദ്ധിമുട്ടും ഉണ്ടാവുക, അത് ഞങ്ങളുടെ കാരണം കൊണ്ടല്ല, അത് നിങ്ങളുടെ കാരണം തന്നെയാണ്. ഈ നാട്ടിൽ പ്രശ്നം വരാനും പ്രയാസം വരാനും കാരണം ഞങ്ങളല്ല, അത് നിങ്ങൾ തന്നെയാണ്. എന്താ പ്രശ്നം? പ്രശ്നം നിങ്ങൾ തന്നെയാണ്. എന്താ അത്? ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി ഈ വിഷയത്തിൽ ഈ ഇതിന്റെ തഫ്സീറിൽ പറയുകയാണ്, നിങ്ങളുടെ മോശമായ പ്രവർത്തനവും നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തെറ്റായ കാര്യങ്ങളും മാത്രമല്ല, നിങ്ങളുടെ തെറ്റിപ്പോയ ചിന്തകളും വിശ്വാസങ്ങളുമാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസം തെറ്റിപ്പോയാൽ, നമ്മുടെ പ്രവർത്തനം ചീത്തയായി പോയാൽ അതിന്റെ കാരണം കൊണ്ട് നമുക്ക് മുസീബത്ത് വരും. പക്ഷെ നാം പറയും, അത് ഇവർ വന്ന കാരണം കൊണ്ടാണ്, അവർ വന്ന കാരണം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയൊന്നുമല്ല. നമ്മുടെ വിശ്വാസം തെറ്റിയാൽ, നാം അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ചില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ചില്ലെങ്കിൽ, ഈമാനുള്ളവരാകേണ്ട പോലെ ഈമാനുള്ളവരായില്ലെങ്കിൽ, നിസ്കരിക്കേണ്ട പോലെ നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് നോൽക്കേണ്ട പോലെ നോമ്പ് നോറ്റില്ലെങ്കിൽ, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മുസീബത്തുകൾ വരും. ഒരൊറ്റ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്റെ അടുത്തേക്ക് ഒരാൾ എന്ന് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ എന്റെ വീട്ടിൽ എന്നു നോക്കിയാലും മുസീബത്താണ്, കഷ്ടമാണ്, പ്രശ്നമാണ്, പ്രയാസമാണ്. എല്ലാ ദിവസവും ഒരു ദിവസം ഒരാൾക്ക് രോഗം, മറ്റേ ദിവസം മറ്റൊരാൾക്ക് രോഗം, പിറ്റേ ദിവസം ഭക്ഷണത്തിന് അരിയില്ല. ഇങ്ങനെ ദിവസവും പ്രശ്നമാണ് വീട്ടില്. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം.
അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞാൻ കുത്ബിയത്തിൽ പാടുന്ന ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, വല്ലാതലത്തിന്നും എന്നെ വിളിച്ചോർക്ക് വായിക്കൂടവും തീരം ചെയ്യും ഞാനെന്നോവർ, അല്ലാഹനെ കാവൻ താൻ ചെയ്ത പോരീഷ ആർക്കും കയാമത്തോളം ചെയ്തില്ല എന്നോവർ. അല്ലാഹു വലിയ സ്ഥാനം ബഹുമാനം കൊടുത്ത ഔലിയാക്കളുടെ നേതാവായ ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ പറയുകയുണ്ടായി, ഞാനൊരു തുണിക്കഷ്ണം തരാം, അത് നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു കെട്ടിവെക്കണം. അപ്പൊ ഔലിയ തരുന്നതല്ലേ എന്ന് വിചാരിച്ച് ഇയാള് വീട്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കെട്ടിവെച്ചു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ചയായി, ഒരു മാസമായി. നോക്കുമ്പോൾ ഭയങ്കരമായ ഐശ്വര്യമാണ്. എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടി, എല്ലാ രോഗങ്ങളും ആറ്റോമാറ്റിക്കലി ശുഭയായി കിട്ടി. അപ്പൊ ഇയാൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഒരു ദിവസം ഇയാൾ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിൽ വന്ന് പറയുന്നു, മഹാനുഭാവ, നിങ്ങൾ തന്ന ആ തുണി കഷ്ണം അത് എന്തോ ഒരു പവറുള്ളതാണ്. കെട്ടിവെക്കേണ്ട താമസം വീട്ടിന്റെ എല്ലാ ദാരിദ്ര്യങ്ങളും മുസീബത്തുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും എല്ലാം മാറിപ്പോയി. എന്തോ ഒരു അത്ഭുതമാണെന്ന് അയാൾ പറയുണ്ടായി. അപ്പൊ എന്തൊരു അത്ഭുതകരമായ ഈ തുണിക്കഷ്ണമാണിത് അയാൾ ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞു, മോനെ, ഞാൻ തന്ന തുണിക്കഷ്ണത്തിന് ഒരു പ്രത്യേകമായ പവറൊന്നുമില്ല. എന്റെ കറാമത്ത് കൊണ്ടും അതോട് സംഭവിച്ചതല്ല. എനിക്ക് കറാമത്തുണ്ട്, വേറെ കാര്യമാണ്. പക്ഷെ ഇത് കറാമത്ത് കൊണ്ട് സംഭവിച്ചതല്ല. പിന്നെന്താണ്? നിന്റെ വീടിന്റെ ഫ്രണ്ട് സൈഡിലൂടെ എല്ലാ ദിവസവും നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ രാവിലെ അവനെന്തോ അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകുന്നു, തിരിച്ചവൻ ഇങ്ങോട്ട് വരുന്നു. രാവിലെയും വൈകുന്നേരവും അവന്റെ നിന്റെ വീട്ടിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അവന്റെ നിഴൽ, അവന്റെ ഷഡോ നിന്റെ വീട്ടിലേക്ക് അടിച്ചു വീഴുന്നു. അതിന്റെ കാരണം കൊണ്ട് നിന്റെ വീട്ടിന്റെ റഹ്മത്തും ബറക്കത്തും അല്ലാഹു എടുത്തുപോയി. ആ കാരണം കൊണ്ട് ദൈനംദിനം നിന്റെ വീട്ടിൽ നഷ്ടവും നാശവും രോഗവും പ്രശ്നവും പ്രയാസവുമാണ്. ഇപ്പോ ഞാൻ നിന്റെ വീട്ടിന്റെ ഒരു കെട്ടാതെ തുണിക്കഷ്ണം തന്നതുകൊണ്ട് അവന്റെ നിഴൽ അതിൽ പതിയുകയാണ്. അതിന്റെ കാരണം കൊണ്ട് ഇപ്പൊ നിനക്കുള്ള മുസീബത്തുകള് അവന്റെ നിഴൽ നിന്റെ വീട്ടിലേക്ക് അടിക്കാത്തത് കൊണ്ട് നിന്റെ വീടിപ്പോ നല്ല സന്തോഷത്തിലാണ്. നാം മനസ്സിലാക്കണം, അപ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തനം ചീത്തയായാൽ, നമ്മുടെ വിശ്വാസം ചീത്തയായാൽ നമ്മുടെ വീട്ടിൽ പ്രയാസമുണ്ടാകും, പ്രശ്നമുണ്ടാകും, രോഗമുണ്ടാകും. നമ്മളതിനുള്ള തങ്ങന്മാരെയും മന്ത്രവാദികളെയും കണ്ടിട്ട് കാര്യമില്ല. ആദ്യം നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ നല്ലവരാകണം, നമ്മുടെ വീട്ടിലേക്ക് കയറുന്നവർ നല്ലവരാകണം. എന്തിനെ വീട്ടിലേക്ക് നിഴൽ താണ്ടുമ്പോൾ വരെ നിസ്കരിക്കാത്തവന്റെ നിഴൽ താണ്ടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിസ്കരിക്കാത്തവനെ വീട്ടിലിരുത്തി അവന് ചായയും സൽക്കാരവും വിരുന്നും കൊടുക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥയെ